റീബിൽഡിംഗ് മൈസെൽഫ് സീരീസ് വ്ലോഗ് നമ്പർ 3. ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു 48 ലോസ് ഓഫ് പവർ എന്ന് പറയുന്ന ബുക്ക് ലിസ്റ്റ് വായിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നെവർ ഔട്ട്ഷൈൻ ദ മാസ്റ്റർ. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണ്, അവിടെ നിങ്ങളെ സീനിയർ ആയിട്ടുള്ള ഒരാൾ കാണും, നിങ്ങൾ അയാളെക്കാട്ടിലും കഴിവുള്ള ഒരാളാണ് എന്ന് കാണിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ ഈഗോ ഹർട്ടാവും. അങ്ങനെ ഹർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും നിങ്ങളെ വളരാനായിട്ട് അനുവദിക്കത്തില്ല. അത് എവിടെയാണെങ്കിലും നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ അവരെക്കാട്ടിലും ബെറ്റർ ആണ് എന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടത്തില്ല, നിങ്ങൾ കൂടുതലായിട്ട് നശിക്കുകയും ചെയ്യും. അവിടെ നിങ്ങളുടെ പവർ ലോസ് ആയിപ്പോവും, നിങ്ങൾ പവർലെസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും എന്നാണ് ബുക്ക് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ യെസ്, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അവരെ വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ മരുന്ന് വക പോലും വെക്കത്തുമില്ല. അത് മാത്രമല്ല അവരുടെ ഈഗോ ഹർട്ടായിട്ട് നമ്മളെ മാക്സിമം ദ്രോഹിക്കാനും നോക്കും. സോ ഒരിക്കലും നിങ്ങളുടെ മുകളിലുള്ള ആൾക്കാരോട് നിങ്ങളാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ കാണിക്കാതിരിക്കുക. പിന്നുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പെക്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റെസ്പെക്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. റെസ്പെക്ട് കൊടുക്കാവുന്ന റെസ്പെക്ട് ഇങ്ങോട്ട് കിട്ടത്തില്ല. അതിപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ളവരുടെ അടുത്താണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് റെസ്പെക്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യണം. ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അഡിയോസ്.